ശ്രീ ജോസഫ് സി മാത്യു, എനിക്ക് വ്യക്തത വരുത്തേണ്ടത്, ഇപ്പോൾ തങ്ങൾക്കെതിരെ എന്ന മട്ടിലല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. ലീഗിനെ തന്നെ ആകെ പറഞ്ഞുകൊണ്ടാണ്. മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ ഒരു മുഖം വന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പുറത്ത് വലിയ തോതിൽ തന്നെ വർഗീയ പരാമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാക്ക് പോലും ഇന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? വെള്ളാപ്പള്ളി നടേശനെ ഇപ്പൊ നമ്മൾ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പ്രീണനം ലാളനവും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതല്ലേ വെള്ളാപ്പള്ളി കുടുംബം. NDA കൺവീനർ ആയിരിക്കെ തുഷാർ വെള്ളാപ്പള്ളി ഒരു കേസിൽ ഇടപെട്ടപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ ഇടപെട്ടതെന്ന് നമുക്കറിയാമല്ലോ. അതേക്കുറിച്ച് ഒരു ആക്ഷേപം പോലും ഇതുവരെ, അങ്ങനെയാണോ രാഷ്ട്രീയ എതിരാളികൾ ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ടാൽ ഇവിടെ ഇതര രാഷ്ട്രീയ കക്ഷികൾ അതിനെ കൈകാര്യം ചെയ്യുക? ഇത് എവിടെയെങ്കിലും ആവർത്തിക്കുന്നതോ പ്രസംഗിക്കുന്നതോ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സമുദായ നേതാക്കന്മാരെല്ലാം ഇതുപോലെ ഒരുപാട് പരിലാളനകളെ ഏറ്റു തന്നെയാണ് പോകുന്നത്. അത് ലീഗിന്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലെ വർഗീയത സംസാരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ മറുപടി പറയേണ്ടത് സമസ്തയാണെന്ന് വന്നാൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സംസാരിക്കുന്നത്, സമസ്ത എന്താ പറഞ്ഞത്? NSSന് കൊടുത്തത് അവിഹിതമാണെന്നല്ലേ? അപ്പൊ ഇവിടെ അടുത്ത വിഭാഗത്തെ കൂടി ഡിബേറ്റിലേക്ക് വിളിക്കുകയാണ്. ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷം തന്നെ വഷളാക്കാൻ മാത്രമേ ഇത്തരം ചർച്ചകൾ ഉപകരിക്കുകയുള്ളൂ. ഇതിനൊന്നും മറുപടി പറയേണ്ടത് ഈ സംഘടനകൾ തമ്മിലല്ല. ഇതിനൊക്കെ മറുപടി പറയേണ്ട രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാകാതിരിക്കുന്നതും ഇപ്പോൾ പ്രതികരിക്കുന്നതും അദ്ദേഹം അത് ഓവർഡു ചെയ്തു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അങ്ങനെ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ള നിരാശ അദ്ദേഹത്തെ വളരെ അലട്ടുന്നുണ്ട്. കാര്യം മലബാറിൽ നിങ്ങൾ 1 ലക്ഷത്തിൽ കുറഞ്ഞ ഏതെങ്കിലും ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കാണിക്കാമോ? ഈ അപ്പീസ് ചെയ്യാൻ ശ്രമിച്ച ഏതെങ്കിലും വിഭാഗം കൈവിടില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് ബാനർ അടിച്ചു പോയിട്ട് ഏതെങ്കിലും വിഭാഗം കൂടെ നിന്നു? അവർക്കറിയാം സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്തവർക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല എന്നും ദേശീയ തലത്തിൽ ഒരു വേണമെങ്കിൽ എവിടെ വോട്ട് ചെയ്യണമെന്നും ഒക്കെ അറിയാവുന്ന സാമാന്യ ബുദ്ധിയുള്ള ജനമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ഒന്നും ഇതാവും വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുകയല്ല അതുകൊണ്ട്. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തി ഓരോരുത്തരുടെയും എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരോട് സംവേദിക്കുമ്പോൾ നിങ്ങൾ അതിനെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയോടുകൂടി അവരുടെ അടുത്ത് സംസാരിക്കേണ്ടതുണ്ട്. അതിന് പകരം അവരേതോ രക്ഷകരെ തേടുകയാണെന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. ഇത് ഒരു ഇംബാലൻസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അദ്ദേഹം പറയുന്ന രീതിയിലല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് പാർട്ടി ആലോചിക്കുകയും തിരുത്തൽ വരുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇത് പക്ഷെ ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ VS-ഉം പിണറായിയും തമ്മിലുള്ള തർക്കത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പരിശോധിച്ചാൽ 98 മുതൽ പരിശോധിച്ചാൽ ഈ രീതിയിലുള്ള പല സംഘടനകളും മതസംഘടനകളുമായിട്ടുള്ള ബന്ധമായിരുന്നു. ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് എന്നുള്ളതായിരുന്നു VS-ന്റെ നിലപാട്. ഇതാണ് CPM-ന്റെയും പ്രഖ്യാപിത നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പ്രചരണത്തിന് ഇലക്ഷന് തൊട്ടുമുമ്പ് ഇപ്പൊ പറയുന്ന പോലല്ലോ, UDF-ൽ നിന്നാൽ നിങ്ങൾ മോശമാകും എന്നുള്ള രീതിയിലാണ് ലീഗിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങി റോഡിൽ നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ഇറങ്ങി റോഡിൽ നിന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നതാണ് ലീഗിന്. ഇപ്പം സാഹചര്യം മാറി, VS അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇല്ല എങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോരുമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ശരി, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിവുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.